ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലുള്ള തെള്ളിയൂർ ഗ്രാമത്തിലെ അതിപുരാതനമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ്. തെള്ളിയൂർ കാവ് ദേവീക്ഷേത്രമാണ് ഇത്. ഈ മഹാക്ഷേത്രത്തിലെ 2 ഉത്സവങ്ങളാണ് ഉള്ളത്. ഒന്ന് പടയണിയും, രണ്ടാമത്തത് വൃശ്ചിക വാണിഭ മഹോത്സവം. വൃശ്ചികം 1 മുതൽ വൃശ്ചികം 15 വരെ കൊണ്ടാടുന്ന ഒരു മഹോത്സവമാണ് തെള്ളിയൂർക്കാവ് വാണിഭ ആഘോഷം. വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നു. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട്. ഏതാ കൂടുതൽ പോകുന്നത്? കൃഷ്ണന്റെ കുബേര, ഗണപതി. റേറ്റ് എത്ര തൊട്ടാ? 150, 200. രാജസ്ഥാനിൽ നിന്നുള്ള കരകൗശല പ്രതിമകൾ വിൽക്കുന്ന വ്യാപാരികളാണ് ഇവര്. എല്ലാ വർഷവും ഈ വൃശ്ചിക വാണിഭത്തോടുകൂടി അവരിവിടെ എത്തുന്നു. ചരിത്രത്തോടൊപ്പം ഭക്തിയും സംസ്കാരവും ഉന്നയിക്കുന്ന തെള്ളിയൂർ വൃശ്ചിക വാണിഭം പത്തനംതിട്ടക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പഴമയുടെ ഒരു ആഘോഷമാണ്. അതുകൂടാതെ 10 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുള്ള ഒരു മഹോത്സവമാണ് വൃശ്ചിക വാണിഭ മഹോത്സവം. ഈ വൃശ്ചിക വാണിഭത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കച്ചവടക്കാരിവിടെ വരുന്നു. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പണിയായുധങ്ങളും അതുപോലെ തന്നെ വിത്തുകളും ചെടികളും എല്ലാം ഇവിടെ നിന്ന് ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ വാണിഭത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഒരു കാലത്ത് ജാതിയുടെ പേരിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാതെ പോയവർക്ക് വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിന്റെ ആൾത്തറയിലെത്തി ദേവിക്ക് അവരുടെ കാർഷികവിളകൾ സമർപ്പിക്കാനും ദർശനം നടത്താനായിട്ടും ഉള്ള ഒരവസരമുണ്ടായിരുന്നു. അതിന്റെ മുന്നോടിയോടുകൂടിയാണ് ഇപ്പോഴും ഈ വൃശ്ചിക വാണിഭ ആഘോഷം നടത്തുന്നത്. ഇവരെ സ്ഥലങ്ങളിലുള്ള അരയന്മാര് ഈ ക്ഷേത്രത്തിലെത്തി അവരെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ധനവും അതോടൊപ്പം തന്നെ അവര് കരുതിയിരിക്കുന്ന ഉണക്ക മത്സ്യവും, പ്രത്യേകിച്ച് സ്രാവാണ് ഇവിടെ പ്രാധാന്യം. അവയൊക്കെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൾത്തറയിൽ കൊണ്ട് സമർപ്പിക്കുകയും പലരും അവിടുന്ന് വാങ്ങിക്കൊണ്ടുപോവുകയും തിരിച്ച് അവരിവിടുന്നുള്ള തെള്ളിയൂരിൽ നിന്നുള്ള ഗ്രാമപ്രദേശത്തിലുള്ള ഫലങ്ങൾ തിരികെ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. ഭക്തി, ചരിത്രവും സംസ്കാരവും സമ്മേളിക്കുന്ന തെള്ളിയൂർക്കാവ് വാണിഭം ഒരു കൂട്ടായ്മയുടെ നിർവൃതിയും ഉത്സവത്തിന്റെ ആഹ്ലാദവും സാഹോദര്യത്തിന്റെ പ്രതീകമായിട്ട് എന്നും നിലനിർത്തും. ഇവിടെ പലതരത്തിലുള്ള ഉണക്ക മത്സ്യം ലഭ്യമാണ്. ക്ഷേത്ര പരിസരത്ത് ഇതുപോലെ മത്സ്യം വിൽക്കുന്ന, ഉണക്ക മത്സ്യം വിൽക്കുന്നത് അപൂർവമാണ്. അതുപോലെ തന്നെ ഇവിടെ പഴയ കൊട്ടകള്, മുറം, മൺചട്ടികള് ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്ക് ഇത് ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് തന്നെ മാറും എന്നതിൽ സംശയമില്ല. എല്ലാവരും ഈ വൃശ്ചിക വാണിഭത്തിൽ പങ്കെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. താങ്ക് യു.